ചില ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്, നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ സെയിം ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ മാറുമ്പോഴേക്കും മീനിങ് മാറും. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ LEAD. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ഒന്ന് ലെഡ്. ലെഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഈ പെൻസിലിൻ്റെ ഒക്കെ മൊനയില്ലേ, അതുണ്ടാക്കുന്ന മെറ്റലുണ്ട്, അതിനാണ് ലെഡ് എന്ന് പറയുക. ഇനി നമ്മൾ അതേസമയം ഇത് ലീഡ് എന്നും വായിക്കാം. ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നയിക്കുക. ഓക്കെ, നയിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുക. ഇനി അടുത്തത് RECORD. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് റെക്കോർഡും ഒന്ന് റീകോർഡും. ഓക്കെ, റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഡിയോ റെക്കോർഡിങ്, വീഡിയോ റെക്കോർഡിംഗ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള, അത് ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ റൈറ്റിങ്ങിലോ സേവ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഡേറ്റ, അതിനൊക്കെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. ഇപ്പോൾ സ്കൂളിലൊക്കെ റെക്കോർഡ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ റെക്കോർഡ്. ഇനി അതേസമയം ഈ വാക്കിനെ നമ്മൾ റീകോർഡ് എന്ന് പറയും. റീകോർഡ്. റീകോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പം നമ്മൾ ഓഡിയോ റീകോർഡ് ചെയ്യുക, വീഡിയോ റീകോർഡ് ചെയ്യുക, ആ വേർബിൽ ആ പ്രവൃത്തിക്ക് നമ്മൾ റീകോർഡ് എന്നാണ് പറയുക. ഇപ്പം ഞാൻ ഓഡിയോ റീകോർഡാണ് ചെയ്യുക, റെക്കോർഡല്ല. വീഡിയോയും റീകോർഡാണ് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്ന ആ വേർബ്, ആ പ്രവൃത്തി നമ്മൾ റീകോർഡ് എന്നാണ് പറയുക. ഇനി അടുത്തത് CONTENT. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ആദ്യത്തെ കോണ്ടന്റ്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉള്ളടക്കം എന്ന് പറയും. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ഉള്ളടക്കം, സിനിമയുടെ ഉള്ളടക്കം എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ കോണ്ടന്റ് എന്ന് പറയുക. ഇനി ഇത് തന്നെ നമുക്ക് കണ്ടന്റ് എന്നും പ്രൊനൗൺസ് ചെയ്യാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ, ഒരു ഫീലിംഗ്, അതിനാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുക. ഇനി WIND. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് വിൻഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റൊക്കെ, വായു, കാറ്റ്, അങ്ങനെയൊക്കെ. പിന്നെ ഉള്ളത് വൈൻഡ്. വൈൻഡിനും രണ്ട് മീനിങ് ഉണ്ട് ആക്ച്വലി. വൈൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെറ്റ്സ് വൈൻഡ് അപ്പ് എന്നൊക്കെ പറയില്ല, നമുക്ക് നിർത്താം, നമുക്ക് അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് എന്ന് പറയും. അല്ലാണ്ട് നമ്മൾ വൈൻഡിന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തിൻ്റെ മേലെങ്കിലും ചുറ്റുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൈൻഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് വൈൻഡിൻ്റെ രണ്ട് മീനിങ്. ഇനി അടുത്തത് DESERT. ഇതെങ്ങനെയാണ് രണ്ട് രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മരുഭൂമി. മരുഭൂമിക്കാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുക. ഇനി അടുത്ത പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിസേർട്ട്. ഡിസേർട്ട്. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ ഒഴിവാക്കി പോവുക, നമ്മൾ വിട്ടു പോവുക, അതിനൊക്കെ നമ്മൾ ഡിസേർട്ട് എന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ കൊടുത്ത വേർഡ്സിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസിയേഷൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.